ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ടീമിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്താലോ. ഈ ഒരു ഇവാലുവേഷൻ പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ജോയൽ ടെസ്റ്റ് ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, സ്റ്റാക്ക് ഓവർഫ്ലോന്റെ കോ ഫൗണ്ടർ ജോയൽ സ്പോൾസ്കി ക്രിയേറ്റ് ചെയ്ത ഒരു 12 ക്വസ്റ്റ്യൻസിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് ആണ് ഒരു ജോയൽ ടെസ്റ്റ്. അപ്പോൾ ഇതൊരു സിമ്പിൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അദ്ദേഹം 2000-ലാണ് ഈ ഒരു ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ച് നമുക്ക് അസൈൻ ചെയ്യാം. അപ്പോൾ 12 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 12 മാർക്കായിരിക്കും ടോട്ടൽ വരുന്നത്. ഈ ഒരു ടെസ്റ്റിൽ നിങ്ങളുടെ ടീം സ്കോർ ചെയ്യുന്നത് 12 ഔട്ട് ഓഫ് 12 ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അമേസിംഗ് ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. കൺഗ്രാറ്റ്സ്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇനി 10 to 11 ആണെന്നുണ്ടെങ്കിൽ ഒരു സോളിഡ് ടീം തന്നെയാണ് അഗെയിൻ, ബട്ട് ചെറിയ ഇംപ്രൂവ്മെന്റ്സ് എൻഹാൻസ്മെന്റ്സ് വേണം. ഈ ഒരു 7 to 9 ആണെന്നുണ്ടെങ്കിൽ ടെറിബിളും അല്ല, എന്നാൽ ഭയങ്കര ഗ്രേറ്റും അല്ല. ഒരു ഡെഫിനറ്റ് ആയിട്ടും ഒരു ഇംപ്രൂവ്മെന്റ് വേണം. ഒരു ഡീപ്പ് അനാലിസിസിന്റെ ആവശ്യമുണ്ട്. ഇനി 5 to 6 ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോബിനെ പറ്റി നിങ്ങളൊന്ന് റീതിങ്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ടീം ഡീപ്പായിട്ട് നിങ്ങളുടെ പ്രോബ്ലംസ് അനലൈസ് ചെയ്ത് റെക്ടിഫൈ ചെയ്യുക. ഇനി ബിലോ 5 ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ജോബ് ക്വിറ്റ് ചെയ്യണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. എഗെയിൻ പ്രോബ്ലംസ് അനലൈസ് ചെയ്യുക, റെക്ടിഫൈ ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ടീമിന്റെ സ്കോർ ഒന്ന് കമന്റിൽ പറയാം കേട്ടോ. ചുമ്മാ നമുക്ക് നോക്കാലോ നമ്മുടെ ടീം എത്രത്തോളം എഫിഷ്യന്റ് ആണെന്നുള്ളത്. സോ ഒട്ടും താമസിക്കാതെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു യൂസ് സോഴ്സ് കൺട്രോൾ? എനിക്ക് തോന്നുന്നത് ഇത് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ആൻസർ എസ് ആയിരിക്കും അല്ലേ. കാരണം ഒരു സോഴ്സ് കൺട്രോൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാത്ത കമ്പനീസ് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവില്ല. ഇൻ കേസ് നിങ്ങൾ ഈ ഒരു സോഴ്സ് കൺട്രോൾ അല്ലെ വേർഷൻ കൺട്രോൾ എന്ന് കേട്ടിട്ടേ ഇല്ല, എന്താന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. സപ്പോസ് നമ്മുടെ ടീമിൽ 2 ഡെവലപ്പേഴ്സ് ഉണ്ട്, ഒരു സിജുവും എലോരയും. ഇതിൽ എലോരയ്ക്ക് യൂസർ ഒതന്റിക്കേഷൻ സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ജാവാസ്ക്രിപ്റ്റിന്റെ ഫയൽ ഉണ്ട്, auth.js എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ. അവിടെയാണ് ഈ എലോര ഈ ഒരു ഒതന്റിക്കേഷൻ സിസ്റ്റത്തിന്റെ ഇപ്പൊ എന്തെങ്കിലും ഒരു പുതിയൊരു ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്യാനാണെന്ന് വിചാരിച്ചോ, സെക്യൂരിറ്റി ബേസ് ചെയ്ത് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ബഗ് നമ്മുടെ കസ്റ്റമർ റിപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇന്റേണലി ഐഡന്റിഫൈ ചെയ്തു. ഈ ഒരെണ്ണം നമ്മൾ സിജുവിന് അസൈൻ ചെയ്യുവാണ്. സിജു ഈ എലോര് വർക്ക് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ ഈ ഒരു സെയിം ഫയലിന്റെ മേലെ ഈ സെക്യൂരിറ്റി ബഗും ഫിക്സ് ചെയ്തു. എന്നിട്ട് ആദ്യം ഈ ഒരു ബഗ് ഫിക്സ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. സിജു ഇത് അവരുടെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം സെയിം ഫയൽ എലോര ഡൗൺലോഡ് ഒന്നും ചെയ്തില്ല. ആ ഫയൽ സെപ്പറേറ്റ് ആയിട്ട് സേവ് ചെയ്ത് അവൾ ചെയ്ത വർക്കും സെയിം ഫയൽ അപ്ലോഡ് ചെയ്തു. അപ്പൊ അവിടെ എന്താ നടക്കുന്നത്? ഈ ഒരു സിജു ചെയ്ത ബഗ് എലോര ഓവർ റൈറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഈ സിജുവിന്റെ വർക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വഴിയില്ല. കാരണം നമുക്കിത് ട്രാക്ക് ചെയ്യാനോ ബാക്കപ്പ് ഒന്നും നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇവിടെ ഇല്ല. ആക്സിഡന്റലി എന്ത് ചെയ്തു? ഈ ഒരു സിജുവിന്റെ ബഗ് ഫിക്സ് എലോരേന്റെ വേർഷൻ ഓവർ റൈറ്റ് ചെയ്തു. അപ്പൊ പിന്നെ എന്താ ചെയ്യുന്നത്? ഒന്നെങ്കിൽ ഇത് നമ്മൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം ഹാക്കിങ്ങിന് വൾനറബിൾ ആവും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സിജു പിന്നെയും ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് എഗെയിൻ ഈ ഒരു ബഗ് ഫിക്സ് ചെയ്യാൻ പോകണം. അപ്പൊ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ടും ഏതെങ്കിലും ഒരു വേർഷൻ കൺട്രോൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം. ഇതിന്റെ ബെനിഫിറ്റ്സ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അതായത് ഈസി ആയിട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ കോഡ് ആര് എപ്പം എങ്ങനെ ചേഞ്ച് ചെയ്തു എന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ടീം കൊളാബറേഷൻ, ഇൻ കേസ് എന്തെങ്കിലും ഒരു സിവിയർ ഇഷ്യൂ വന്നാൽ പ്രീവിയസ് വേർഷനിലേക്ക് നമുക്ക് റോൾ ബാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരേ ഫീച്ചറിൽ തന്നെ മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സിന് വർക്ക് ചെയ്ത് ഫൈനലി അവരുടെ വർക്ക് മെർജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സെക്യൂരിറ്റിയും സേഫ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇൻ കേസ് ലോക്കൽ മെഷീനിൽ എന്തെങ്കിലും പറ്റിയാലും ഡെയിലി നമ്മൾ ഗിറ്റിലേക്ക് പുഷ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഡ് അവിടെ സേഫ് ആയിരിക്കും. ലോക്കൽ മെഷീനിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാലും കോഡ് സേഫ് ആയിരിക്കും. അപ്പം ഇനി നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും മസ്റ്റ് ആയിട്ടും ഏതെങ്കിലും ഒരു വേർഷൻ കൺട്രോൾ സോഫ്റ്റ്വെയർ പഠിക്കുക കേട്ടോ. ഇപ്പൊ പഴയ കമ്പനീസ് ഒക്കെയാണ് SVN ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗിറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ യു മേക്ക് എ ബിൽഡ് ഇൻ വൺ സ്റ്റെപ്പ്? ഇത് നമുക്ക് അറിയാവുന്ന കേസാണ്. അതായത് ഇപ്പോൾ നമ്മളൊക്കെ ഒരു ടീമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്റ്റോറീസ് അല്ലെങ്കിൽ ഒരുപാട് മോഡ്യൂൾസിൽ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് പെർ ഡേ ആയിരിക്കും ചിലപ്പം 2-3 പേരുടെ കമ്മിറ്റ് വരുന്നത്, അല്ലെങ്കിൽ 2-3 പേരുടെ അവരുടെ ബഗ് ഫിക്സുകളൊക്കെ വരും. ഇപ്പൊ ഈ 10-15 കമാൻഡ് വെച്ചിട്ടാണ് നമ്മുടെ ബിൽഡ് ജനറേറ്റ് ചെയ്ത് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, അതൊരു ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അത്രയും ടൈം വേസ്റ്റ് ആവുകയാണ്.
ഇപ്പൊ ഗൂഗിളിന്റെ മൈക്രോസോഫ്റ്റിന്റെ ഒക്കെ കേസിലാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവിടെ ഒരു CI/CD പൈപ്പ്ലൈൻ സിസ്റ്റം ഉണ്ട്. അതായത് കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ, കണ്ടിന്യൂസ് ഡെലിവറി. ഈ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ ഈ കോഡ് ഓട്ടോമാറ്റിക് ആയിട്ട് മെർജ് ചെയ്യുന്നു, ഡിപ്ലോയ് ചെയ്യുന്നു പ്രൊഡക്ഷൻ സൈഡിലേക്ക്. അപ്പം മാനുവൽ ടെസ്റ്റിംഗിന്റെ ആ ഒരു എഫോർട്ട് അവിടെ റെഡ്യൂസ് ആവുന്നുണ്ട്. അതായത് ടെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്യൂവേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ടെസ്റ്റ് കേസ്, ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗിന്റെ ടെസ്റ്റ് കേസ് റൈറ്റിംഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യാം ട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു കമ്പൈലിംഗ്, ലിങ്കിങ്, പാക്കേജിംഗ് പ്രോസസ് എല്ലാം ഒരു സിംഗിൾ സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനും നമ്മൾ ഈ ഒരു ബിൽഡിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ഡു യു മേക്ക് ഡെയിലി ബിൽഡ്സ്? ഇത് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതെല്ലാവരും ചെയ്യുന്ന ഒരു കേസായിരിക്കും. അതായത് നമ്മൾ ഇപ്പൊ ഓരോ കമ്മിറ്റി വരുമ്പോഴും ചിലപ്പം ബിൽഡ് എടുക്കുന്നതായിരിക്കും നിങ്ങളുടെ കമ്പനീസിലൊക്കെ ഉണ്ടാവുന്നത്. ഈ ഒരു ഡെയിലി ബിൽഡ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഒരു CI/CD കോൺസെപ്റ്റിലെ സ്ട്രാറ്റജീസിന്റെ ഒരു കീ പാർട്ടാണ് ട്ടോ. ഇപ്പൊ ഡെവലപ്മെന്റിന്റെ കേസിലൊക്കെ ആണെങ്കിലും നമ്മൾ എല്ലാ ഡെവലപ്പേഴ്സും ഒരേ പ്രൊജക്ടിന്റെ ഡിഫറെന്റ് പാർട്ടിലാണല്ലേ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്ട്സ് ആണെങ്കിലും കോമൺ ആയിരിക്കും. ഒരു ഡെയിലി ബേസിസിൽ വരുന്ന ഒരു ബിൽസ് നമുക്ക് ഈസി ആയിട്ട്, ഈസിനേക്കാളും കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് നമ്മുടെ കോൺഫ്ലിക്ട്സിനെ കറക്റ്റ് വേയിൽ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ QAസിലാണെങ്കിലും അവർക്കൊരു 1 വീക്ക് കഴിഞ്ഞിട്ട് എല്ലാ ചേഞ്ചസും വരുന്നതിനേക്കാളും ബെറ്റർ ഡെയിലി ബേസിസിൽ ഈ ഒരു ചേഞ്ചസ്, ന്യൂ വേർഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഫീഡ്ബാക്ക് കിട്ടും QAസിന്റെ കയ്യിൽ നിന്നാണെങ്കിലും നമുക്ക്. അപ്പൊ ഏർലി സ്റ്റേജിൽ നമുക്ക് ബഗ് ഡിറ്റക്ട് ചെയ്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിനെ ആണെങ്കിലും നമ്മുടെ ഒരു സ്റ്റേബിൾ ആയി കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാനും ഈ ഒരു പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യും ട്ടോ. ഇതെനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കമ്പനീസും ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ട്ടോ. ഡു യു ഹാവ് എ ബഗ് ഡാറ്റാബേസ്? അപ്പോൾ ബഗ് ഡാറ്റാബേസ് നമുക്കറിയാലോ. നിങ്ങൾ കുറെ പേര് യൂസ് ചെയ്തിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഓപ്പൺ സോഴ്സ് ബഗ് ഡാറ്റാബേസ് ബഗ്സ് ഇല്ലെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാവും. എനിക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ളത് ജിറയിലാണ് ട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കോഡ് റെപ്പോസിറ്ററീസ് ഇല്ലേ, ഗിറ്റോ, ഗിറ്റ്ലാബ് ഇഷ്യൂസോ ഇതും യൂസ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ട്രെല്ലോ ഉണ്ട്. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ബഗ്സും പ്രോപ്പർ ആയിട്ട് നമ്മൾ ലോഗ് ചെയ്തിട്ടുണ്ടാവണം. അതായത് ആ ബഗിന്റെ സിവിയാരിറ്റി എന്താണ്, അതിന്റെ പ്രയോറിറ്റി എന്താണ്, ഏത് ഡെവലപ്പറിനാണ് നമ്മൾ ഇത് അസൈൻ ചെയ്യാൻ പോകുന്നത്, അതിന്റെ കറന്റ് സ്റ്റാറ്റസ്, ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബഗ്സിന്റെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്, ഇതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ലോഗ് ചെയ്തിട്ടുണ്ടാവണം. കാരണം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അത് എക്സൽ ഷീറ്റിൽ എവിടെയൊക്കെ നമ്മുടെ സിസ്റ്റത്തിലെ ഇഷ്യൂസും അതിന്റെ അപ്കമിങ് വർക്ക്സ് ഒക്കെ നമ്മൾ എടുത്തു വെക്കുമായിരുന്നു. പക്ഷെ ആ കാലമൊക്കെ കഴിഞ്ഞു. അതായത് നമുക്കൊരു പ്രോപ്പർ ഡാറ്റാബേസ് ഉണ്ടാവണം. കാരണം നമ്മളൊക്കെ ഹ്യൂമൻസ് ആണ്. നമ്മൾ ചിലപ്പോൾ ഒരു പ്രയോറിറ്റി ഇഷ്യൂ വരുമ്പോൾ ചിലപ്പോൾ അതിനേക്കാൾ പ്രയോറിറ്റി ഉള്ള മുന്നേ കണ്ട ഇഷ്യൂസ് നമ്മൾ മറന്നുപോകും. ഒരു ഡാറ്റാബേസ് നമ്മുടെ എല്ലാ ടീം മെമ്പേഴ്സിനെയും, ഡെവലപ്പേഴ്സിനെയും, ടെസ്റ്റേഴ്സിനെയും, പ്രൊജക്ട് മാനേജേഴ്സിനെയും എല്ലാവരെയും നമ്മുടെ സിസ്റ്റത്തിലെ ഇഷ്യൂസുമായിട്ട് എല്ലാവർക്കും ഒരു അവയർനെസ് ഉണ്ടാവും. അതായത് പ്രയോറിറ്റി പ്രയോറിറ്റി ആയിട്ടുള്ള ഇഷ്യൂസ് ഏതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെയാണ് ഇപ്പം ഇൻ പ്രോഗ്രസ്സിലുള്ളത്, അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഇഷ്യൂസ് ഏതൊക്കെയാണ്, നെക്സ്റ്റ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഇപ്പോ അജൈലി മെത്തേഡ് ഒക്കെ ഇല്ലേ നമ്മുടെ കമ്പനീസിൽ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഓരോ സ്പ്രിന്റിലും ഈ ഒരു ഡാറ്റനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരു ഇഷ്യൂ കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. സെയിം ടൈപ്പ് ഓഫ് ഇഷ്യൂ വേറൊരു മോഡ്യൂളിൽ വരുവാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ട് ആ മറ്റേ മോഡ്യൂളിൽ വന്ന ആ ഇഷ്യൂ അതിന് നമ്മൾ അപ്ലൈ ചെയ്ത സൊല്യൂഷനും റെഫർ ചെയ്ത് ഇവിടെ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ സെയിം സൊല്യൂഷൻ തന്നെ, അല്ലെങ്കിൽ അതിനോട് ആപ്റ്റ് ആവുന്ന സൊല്യൂഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കേസാണ് പ്രൊഡക്ഷൻ സൈഡിൽ ക്രിട്ടിക്കൽ ബഗ്സ് ഒന്നും ഇല്ലാതെ ഒരു പ്രോപ്പർ വേസ്റ്റ് ആണ് ഇപ്പൊ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അത് അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ബഗ് ഡാറ്റാബേസ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എല്ലാ സോഫ്റ്റ്വെയർ ടീമിനും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർക്കൊരു ബഗ് ഡാറ്റാബേസ് ഉണ്ടായിരിക്കണം. അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഡു യു ഫിക്സ് ബഗ്സ് ബിഫോർ റൈറ്റിംഗ് ന്യൂ കോഡ്? അതായത് നമ്മുടെ സിസ്റ്റത്തിൽ കുറേ ബഗ്സ് ഉണ്ട്, അതും ഹൈ പ്രയോറിറ്റി ബഗ് ആണ്. അതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് കസ്റ്റമറിന്റെ സൈഡിൽ നിന്ന് ഒരു റിക്വയർമെന്റ് വന്നെന്നും പറഞ്ഞ് പുതിയൊരു ഫീച്ചർ ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. അവിടെ എന്താ സംഭവിക്കുക? ഈ ഒന്ന് എക്സിസ്റ്റിംഗ് ബഗ് ആണ്, ആ ഇഷ്യൂസ് ചിലപ്പം നമ്മുടെ ഈ പുതിയ കോഡിനെയും കൂടെ അഫക്റ്റ് ചെയ്യും. ഇതിനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് ഡീബഗ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളതിന്റെ ചിലപ്പോൾ ഇരട്ടി ടൈം ആയിരിക്കും നമ്മുടെ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ ഒരുപാട് കോള് റോൾ ബാക്ക് ചെയ്യേണ്ടതും ഇഷ്യൂസ് ഒക്കെ വരും. അപ്പൊ ഫസ്റ്റ് എന്താ ചെയ്യുക, നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിനെ ഫസ്റ്റ് നമ്മളൊന്ന് സ്റ്റേബിൾ ആക്കുക. ബെസ്റ്റ് പ്രാക്ടീസ്, നമ്മൾ പുതിയ കോഡ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഒരു ആപ്ലിക്കേഷനെ ഒരു ഹൈ ക്വാളിറ്റി സ്റ്റേബിൾ ആപ്ലിക്കേഷൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഡെവലപ്പേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഡു യു ഹാവ് ആൻ അപ് ടു ഡേറ്റ് ഷെഡ്യൂൾ? അതായത്
ഇപ്പൊ നമ്മള് ഒരു സ്പ്രിന്റിലാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പ്രിന്റ് വൈസ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. മെയിൻ ആയിട്ട് ഒരു 50 ഡേയ്സ് ആയിരിക്കും ഒരു സ്പ്രിന്റ് വരിക. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇപ്പൊ നമ്മുടെ ടീം ലീഡ് നമുക്കൊരു പ്ലാൻ തരും സ്പ്രിന്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ബഗ് ഫിക്സ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ തേഴ്സ്ഡേ ആകുമ്പോഴത്തേക്കും അത് ടെസ്റ്ററിന് കൊടുക്കണം. ടെസ്റ്ററിന് തേഴ്സ്ഡേ അത് ടെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ ഫീച്ചറാണ് ബാക്കി ഒരു സ്പ്രിന്റിൽ നിങ്ങൾ എടുക്കേണ്ടത്. ആ പുതിയൊരു സിആർ അതിന് കുറച്ച് കൂടുതൽ ടൈം വേണം. അപ്പോൾ ഒരു 5+2 ഇനി 7 ഡേയ്സ് ആണല്ലോ ബാക്കിയുള്ളത്. ഒരു സ്പ്രിന്റ് എന്ന് പറയുന്നത് 15 ഡേയ്സ് ആണ്. അപ്പോൾ നമ്മൾ സാറ്റർഡേ സൺഡേ ഓഫ് ഒക്കെ ഒഴിവാക്കിയാൽ നമുക്ക് 10 ഡേയ്സ് ആയിരിക്കും കിട്ടുക. അപ്പൊ ആദ്യത്തെ 3 ദിവസം ബഗ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും സിസ്റ്റത്തിലെ ബഗ്ഗുകൾ നമുക്ക് കുറച്ച് ബഗ്സും തന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ദിവസം പുതിയൊരു ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ബഗ് ഫിക്സ് ചെയ്ത് വന്നപ്പം ഇത് കുറച്ച് കൂടുതൽ ടൈം എടുത്തു. അതായത് ഇവര് തന്ന ഡെഡ് ലൈൻ വെനസ്ഡേ ഈവനിങ് ആണെങ്കിൽ കോഡ് റിവ്യൂ കൂടെ കഴിഞ്ഞ് നമുക്ക് വെനസ്ഡേ കംപ്ലീറ്റ് ചെയ്ത് ടെസ്റ്ററിന്റെ കയ്യിലേക്ക് എത്തൂല. അപ്പൊ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മുടെ പ്ലാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഡെയിലി ബേസിസിൽ നമ്മുടെ പ്ലാന് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻ്റയർ ടീമിന് ഒരു ഐഡി കിട്ടും. അതായത് എസ്പെഷ്യലി ടെസ്റ്ററിനും ടെസ്റ്റിന്റെ ടീം ലീഡിന് ഒരു ഐഡി കിട്ടും. ഇത് വെനസ്ഡേ ആകുമ്പോഴത്തേക്കും റെഡിയായി തേഴ്സ്ഡേയിലേക്ക് ടെസ്റ്റിങ്ങിന് എടുക്കാൻ പറ്റില്ല. ആ ടൈമിൽ ടെസ്റ്ററിന് പുതിയൊരു വർക്ക് അലോക്കേറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് ടൈം അപ്ഡേറ്റ് ചെയ്ത് പ്രോപ്പർ ടൈം ഷെഡ്യൂളിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അല്ലാതെ ഇപ്പോ എന്താ പറയാ ഡെഡ് ലൈൻ മീറ്റ് ആയിട്ടുള്ള ഒരു എൻഡിൽ വന്നിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വഴക്ക് അത് ഇത് ഒക്കെ ഒഴിവാക്കി പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്ഡേഷൻസ് ഇപ്പോൾ നമ്മുടെ ടൈം ഷീറ്റിലാണെങ്കിലും ഒക്കെ പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്പം കുറച്ച് നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക റീസൺ കൊണ്ടായിരിക്കും ഇത് എക്സ്റ്റെൻഡ് ആയത്. ചിലപ്പം നമ്മൾ വിചാരിക്കാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ബഗ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് കയറി വന്ന് അതും കൂടെ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിന്റെ പോലെ തന്നെ പ്ലാൻ ആണെങ്കിലും പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഈ ഒരു എന്താ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കി സ്മൂത്ത് ആയിട്ട് എല്ലാവരുടെയും പ്ലാൻ പോകും അല്ലെ. അടുത്ത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് തോന്നിയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, ഡു യു ഹാവ് എ സ്പെക്? അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന എല്ലാ വർക്കിനും പ്രോപ്പർ ആയിട്ട് വെൽ റിട്ടൺ ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതെന്താ ഞാൻ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഒരു വർക്കിൽ മസ്റ്റായിട്ടും വരുന്ന പാർട്ടീസ് ആണ് ടെസ്റ്റേഴ്സ് ഉണ്ടാവും, ഡെവലപ്പേഴ്സ് ഉണ്ടാവും, പ്രോജക്ട് മാനേജേഴ്സ് ഉണ്ടാവും. അപ്പം അവർ കൂടിയിരുന്ന് വർക്കിന്റെ റിക്വയർമെന്റ്, അത് എല്ലാ തരത്തിലുള്ള റിക്വയർമെന്റ് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതില് വരുന്ന ഡിസൈൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡാറ്റാബേസ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങൾ, APIs, ആർക്കിടെക്ചർ എല്ലാം ഡിസ്കസ് ചെയ്യണം. ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടെസ്റ്ററിനും പ്രൊജക്ട് മാനേജറിനും ടെക്നിക്കൽ ആസ്പെക്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് ലോജിക്കലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ടാർഗറ്റഡ് യൂസേഴ്സ് ആരൊക്കെയാണ്, അതിന്റെ എക്സ്പെക്ട് ചെയ്യുന്ന പെർഫോമൻസ് ലെവൽ എത്രയാണ്, സെക്യൂരിറ്റി കൺസിഡറേഷൻസ് നമ്മൾ ഇതിൽ എന്തൊക്കെ എടുക്കണം, സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഒരു മൊഡ്യൂൾ ആണോ ഇത്. അങ്ങനെ നമുക്ക് പ്രോപ്പർ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഒരു പ്രോപ്പർ സൊല്യൂഷൻ ഡിസൈൻ, ഫസ്റ്റ് ബിഎന്റെ സൈഡിൽ നമുക്കൊരു പ്രോപ്പർ അനാലിസിസ് കിട്ടും. അനാലിസിസിനെ ബേസ് ചെയ്തിട്ട് ഒരാൾ സൊല്യൂഷൻ ഡിസൈൻ എഴുതും. എന്നിട്ട് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ, അതായത് ഒരു വെൽ റിട്ടൺ ആയിട്ടുള്ള വെൽ പ്ലാൻ ആയിട്ടുള്ള ഒരു വർക്ക് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു വർക്കിന് മിസ്റ്റേക്സുകൾ കുറവായിരിക്കും. റീഓപ്പൺസ് തീരെ ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിലും വലിയ വലിയ ലോജിക്കൽ മിസ്റ്റേക്സും ബഗ്സ് ഒന്നും ഉണ്ടാവില്ല. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു ബട്ടൺ എന്തിനാന്ന് നമ്മൾ ഇരുന്ന് ആലോചിച്ച് ഡെവലപ്പർ അവരുടെ ഇഷ്ടത്തിന് ഫിക്സ് ചെയ്യുന്നതിനേക്കാളും നമുക്കൊരു ഈ ഒരു ബട്ടൺ ഇതിനു വേണ്ടിയിട്ടാണെന്ന് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ടെസ്റ്ററും അതേ ആസ്പെക്റ്റിലാണ് ചിന്തിക്കുന്നത്, പ്രൊജക്ട് മാനേജറും അതേ ഇതിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ എന്താ നമുക്ക് അവിടെ ഒരു എറർ വരാനുള്ള ചാൻസ് ഇല്ല. അതെ, ഗസ്സിന്റെ മേലെ അല്ല, നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയന്റെ മേലെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ ഫൈനൽ പ്രോഡക്റ്റ് നമ്മുടെ എക്സ്പെക്ടഡ് സ്റ്റാൻഡേർഡ്സ് എല്ലാം തന്നെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു കൺഫ്യൂഷൻസിന്റെ ഒന്നും അവിടെ മിസ്റ്റേക്സിന്റെ ഒന്നും ഒരു ചാൻസ് അവിടെ വരുന്നില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു പ്രോപ്പർ പ്രോഡക്റ്റ് സ്പെക്, ടെക്നിക് സ്പെക്സ്, UI UX സ്പെക്സ് ഒക്കെ ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാവണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് നമ്മുടെ വർക്ക് സ്പേസിന്റെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡു പ്രോഗ്രാമേഴ്സ് ഹാവ് എ ക്വൈറ്റ് വർക്ക് കണ്ടീഷൻസ്? അതായത് നമുക്കറിയാലോ, ഇപ്പോൾ എസ്പെഷ്യലി പ്രോഗ്രാമേഴ്സ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ ചെറിയ കാര്യം ഡിസ്ട്രാക്ഷൻസ് മതി, നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ലോജിക്കിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ചിലപ്പോൾ നമ്മൾ മിസ്സാക്കാനൊക്കെ ചാൻസ് ഉണ്ടല്ലേ. അപ്പൊ ഏറ്റവും ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുമ്പോൾ
നമുക്ക് അത്രയും പ്രൊഡക്റ്റീവ് ആയിട്ട് അത്രയും എന്താ പറയാ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് നമുക്ക് അതിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ടൂൾസ് ആണോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഐഡീസ് ആണെങ്കിലും ടെസ്റ്റിംഗ് ടൂൾസ് ആണെങ്കിലും ഡീബഗിങ് ടൂൾസ്, ഹാർഡ്വെയർസ്. അപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമുക്ക് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ നമുക്കറിയാലോ. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൂൾസ് ആവുമ്പോൾ നമുക്ക് അത്രയും എന്താ ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹൈ ക്വാളിറ്റി ടൂൾസ് ആണോ നമ്മുടെ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ എല്ലാ കമ്പനീസും പ്രൊവൈഡ് ചെയ്യുന്ന കേസാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ബഗ് ഡാറ്റാബേസസ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ടൂൾസ് ആണെങ്കിലും ടെസ്റ്റിംഗ് ടൂൾസും ഹാർഡ്വെയർസ് എല്ലാം ബെറ്റർ ആയിട്ടുള്ളത് തന്നെയാണ് ഇപ്പോൾ ഒരുവിധം എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ടെസ്റ്റേഴ്സ് ഉണ്ടെന്നാണ്. അത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ ആൻസർ എസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു പ്രോപ്പർ QA ടീം ഉണ്ടാവില്ലേ നമ്മുടെ കമ്പനിയിൽ. അടുത്തത് നമ്മുടെ കമ്പനീസ് എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് കോഡിംഗ് ചലഞ്ചസ് കൊടുക്കാറുണ്ടോ? അതുപോലെ തന്നെ ഇപ്പോൾ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ഡെവലപ്പേഴ്സിനൊക്കെ ഹയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഹോം അസൈൻമെന്റ്സ്, പ്രൊജക്ട്സ് ഒക്കെ അസൈൻ ചെയ്തിട്ട് ഹോം അസൈൻമെന്റ്സ് ഡെഡ്ലൈൻ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഡിസ്കഷൻ നടന്ന് അവരുടെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ലൊക്കെ മനസ്സിലാക്കിയിട്ടാണോ ഹയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതിയ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചെക്കിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇനി ജോയൽ ടെസ്റ്റിലെ ഫൈനൽ ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. ഡു യു ഡു ഹാൾവേ യൂസിബിലിറ്റി ടെസ്റ്റിംഗ്? അതായത് നമ്മുടെ ടീം ഒരു പ്രൊഡക്റ്റ് നമ്മൾ അല്ലെങ്കിൽ ഒരു ഫീച്ചർ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. നമ്മുടെ ടീമിലല്ലാത്ത ഒരു തേർഡ് പേഴ്സൺ, ഒരു റാൻഡം ആളെ കൊണ്ട് നമ്മുടെ സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യിക്കുക. എസ്പെഷ്യലി നമ്മളെ യൂസബിലിറ്റി ടെസ്റ്റ്. അത് ഇതുകൊണ്ട് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോർമൽ ടെസ്റ്റേഴ്സ് അല്ലാത്ത ഒരാൾ അവരിത് ടെസ്റ്റ് ചെയ്യുമ്പം അതൊരു ഫ്രഷ് ആയാണല്ലേ. അപ്പോൾ നമ്മുടെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള UI എലമെന്റ്സിനെയും ഇഷ്യൂസിനെയും ഒക്കെ അവിടെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ചിലപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോഴും ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ പാറ്റേണോട് നമ്മൾ ഫെമിലിയർ ആയതുകൊണ്ട് ഇഷ്യൂസ് ഒന്നും നമുക്ക് തോന്നണമെന്നില്ല. ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഫ്ലൈറ്റ് ബുക്കിംഗ് സിസ്റ്റം ആണെങ്കിൽ അവരെങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് ഒന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യരുത്. അവരൊരു ഫ്രഷ് ആയിട്ട് അവരെങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ അവിടെ നമുക്ക് അവർ സ്ട്രഗിൾ ചെയ്യുന്ന പോയിന്റ്സും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പോയിന്റ്സും ഈസി ആയിട്ടുള്ള പോർഷനും ഒക്കെ കിട്ടും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് UX ഫിക്സ് ചെയ്യുക ഈ ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ. അതായത് നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടാൻ ചാൻസ് ഉള്ള UI എലമെന്റ്സിനെ, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള UX എലമെന്റ്സിനെ, അത് ഒരു നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരാൾ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം നമുക്ക് റിവീലിംഗ് ആവും. സോ നമുക്ക് ഡിപ്ലോയ്മെന്റിന് മുന്നേ ഈ ഒരു ഇഷ്യൂസ് എല്ലാം ഫിക്സ് ചെയ്ത് പ്രോപ്പർ ആയിട്ടൊരു നീറ്റ് ആയിട്ടുള്ള ഒരു UI അവർക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതാണ് ജോയൽ ടെസ്റ്റിലെ 12 ക്വസ്റ്റ്യൻസ്. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ ടീമിന്റെ സ്കോറും അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും കമന്റ് സെക്ഷനിൽ പറയാട്ടോ. അപ്പൊ എനിക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ഒക്കെ കണ്ടുപിടിച്ച് അത് പഠിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഹെൽപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് ഡെഫിനറ്റ് ആയിട്ടും ഒന്ന് കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്